സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ നാളായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു. ഞാൻ കുറേ തിരക്കും കാര്യങ്ങളിലായിരുന്നു. ആസ് എ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുള്ള പോലെ ഞാൻ BGMI കളിക്കുന്നുണ്ട്, ഈ ഫുട്ബോളും കളിക്കുന്നുണ്ട്. അപ്പം BGMI ഇടയ്ക്ക് പോവും, ഈ ഫുട്ബോളും വരും. BGMI കണ്ടൻസ് എനിക്ക് ലൈവായിട്ട് ഇടണമെന്നൊക്കെ ഇഷ്ടമുണ്ട്. ബട്ട് അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സും ടൈമും ഒന്നും സെറ്റാവുന്നില്ല. ഞാൻ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ജോലി ടൈമിംഗ് ആണെങ്കിൽ നോർമലല്ല, നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കിട്ടുന്ന സമയത്തൊക്കെ ഇത് കളിച്ചൊക്കെ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം ഇന്ന് നമുക്ക് സ്മോൾ പാക്ക് ഓപ്പണിങ്സ് ആണ്. അപ്പം അതിനെപ്പറ്റി സംസാരിക്കാനും അത് ഓപ്പൺ ചെയ്യാനുമായിട്ടാണ്. അതിൻ്റെ മുന്നേ തന്നെ ഇന്ന് വ്യാഴാഴ്ച ആയിട്ട് വലിയ ഇവൻറ്റ്സ് കൊണ്ടുവന്ന് വിചാരിച്ചു. ഗ്യാസ് പ്രീമിയം മാനേജർ കൊണ്ടുവന്നിട്ടുണ്ട്. നോട്ട് വലിയ ആൻറ്റിസിപ്പേഷൻ. എനിക്ക് ഓൾറെഡി കുറേ ലോങ് ബോൾ കൗണ്ടർ ഉണ്ട്, താല്പര്യമില്ല, സ്കിപ്പാണ്. പിന്നെ ഒരു ഓപ്പൺ ലാസ്റ്റ് ചാൻസ് ക്യാമ്പയിൻ ഉണ്ട്. അതിൽ എന്തോ താഴെ മൂന്നാമത്തെ കൊടുത്തിട്ടുണ്ടോ, റൗണ്ട് 1 എന്തോ ഉണ്ട്. അതിൽ ചാലഞ്ച് 3 100 കോയിൻ കിട്ടും. മിക്കവാറും അത് നാളെ ആയിരിക്കും. ഇങ്ങനത്തെ കളികളൊക്കെ പൊതുവെ വെള്ളിയാഴ്ച അപ്ഡേറ്റ്, അവരുടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും, വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ആവാം, അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച ആവാം, ഹൂ നോസ്. അപ്പം നമുക്ക് എന്തായാലും പാക്കിൻ്റെ അങ്ങോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ കോയിൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ കാശ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കാണുന്ന പാക്ക് ഉണ്ടല്ലോ കറക്കാം. അടിപൊളിയാണ്. അതിലെ ഞാൻ പറയുന്ന മക്കാലിസ്റ്റർ ഒഴികെ ആ ഫ്രണ്ടിൽ കിടക്കുന്ന 2 പേര് തീയ ഏരിയൽ ഫോർട്ട് പാക്കിനെ 3 പേരെ കറക്കിയെടുത്താൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല സ്കില്ലാണത്, സ്പെഷ്യൽ സ്കില്ല്. ഫോർട്രസ്, റുഡ്ഗ്രിഗർ നോർമലി അനുസരിച്ചിട്ടുണ്ടാവും. റുഡ്ഗ്രിഗറിനൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് 92-90 എത്തുന്നത് ഡിഫൻസീവ് അവയർനെസ്. ഞാൻ ഈ ഫുട്ബോൾ ഹബ്ബിലിട്ട് നോക്കിയപ്പോൾ 100 ഡിഫൻസീവ് അവയർനെസ് പോകുന്നത്. തീയാണ്. ആ പാക്കൊക്കെ പൊളിയാണ്. നിങ്ങൾ മറ്റേ ഒരു യൂട്യൂബറാണല്ലോ EF വേൾഡ് എന്ന് പറയുന്നത്, അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. EF വേൾഡ് എന്ന് പറഞ്ഞ മലയാളം യൂട്യൂബർ, ഈ ഫുട്ബോളിൻ്റെ. അപ്പോൾ ആൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് പാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ബുധനാഴ്ച രാത്രിയൊക്കെ ആകുമ്പോഴേ നിങ്ങൾ പാക്ക് കറക്കാൻ നിൽക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് പാക്ക് തീരുന്നതിൻ്റെ ഒരു അനുസരിച്ച് പാക്ക് തീരാറായെന്നുള്ള ഒരു കൺസിഡറേഷൻ പോലെ എന്തോ ലക്ക് നമുക്ക് കിട്ടും. കുറേ പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഞാനൊക്കെ ആദ്യം തുറക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് മൂഞ്ചൽ. ഞാൻ നമുക്ക് ആ ക്ഷമയില്ല അത്രയും നിൽക്കാണ്ട്. എനിവേ നമുക്ക് ആദ്യത്തെ പാക്ക് ഓപ്പണിങ്ങിലോട്ട് പോകാം. നമുക്ക് ആദ്യം പച്ച പാക്ക് ഓപ്പണിങ് പോവാം. എനിക്കിതിൽ എൻ്റെ ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്നറിയോ? എൻ്റെ ടാർഗറ്റ്സ് ഒന്ന് കോട്ടോട് നല്ല കാർഡില്ല കേട്ടോ, നല്ല ഹൈലൈറ്റ് ഇല്ല, അങ്ങനെ കോട്ടോട് കാര്യങ്ങളില്ല. പിന്നെ ബ്രൂണോ നല്ല കാർഡാട്ടോ. ബ്രൂണോ എനിക്ക് ബ്രൂണോയുടെ കാര്യം ഇല്ല, ബട്ട് ദ കാർഡ് ഇസ് ഗുഡ്. ഓർക്കസ്ട്രേറ്റർ ആണെങ്കിലും നല്ല കാർഡാണ്. ഇത് നൈസാണ്. RMFൻ്റെ പുള്ളിക്കാരന് അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫെറാൻ ടോറസ് കുഴപ്പമില്ല. ഫെറാൻ ടോറസ് ഐ തിങ്ക് 95 ആവത്തുള്ളൂ. 96 വരുവാണ് സീന്, കുഴപ്പമില്ലായിരുന്നു. ഓഫ് കോഴ്സ് ഈ കാർഡ് സീനാണ്. ഡാൻബേർഡ് ഓൾറെഡി നമുക്ക് വന്നിട്ടുള്ളതാണ്. 201 ഹൈറ്റ് ഉണ്ട് ആൾക്ക്. ഇതിൽ നോക്കിയപ്പോൾ ഡിഫെൻസീവ് തരക്കേടില്ല എന്ന് പറയുന്ന സ്റ്റാറ്റ്സും ബാക്കി ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒക്കെ സീനാണ്. ഇത് നോക്കട്ടെ, കളിക്കാത്തിടുമ്പോൾ നിങ്ങൾക്ക് 88 പ്രൊഫീഷ്യൻസുള്ള മാനേജറാണെങ്കിൽ അതൊക്കെ കൂടും, 95 വരും. അപ്പോൾ എനിക്കിതിൽ വേണ്ടത് കോട്ടുവയാണ്. ദൈവമേ, കൊണാമി കിമി കോട്ടുവ തരില്ലേ നീ. നമുക്ക് ഓപ്പൺ ചെയ്താലോ? 1 2 ഇതൊക്കെ നോക്കാം. കിട്ടുമോ? ഇതിൽ പിന്നെ പടക്കമല്ല, സെയിം തന്നെയാണ് കേട്ടോ. 93 വേസ്റ്റ് കാർഡൊന്നും തരാണ്ടിരുന്നാൽ മതി. ആ ലെവലിലുള്ള നല്ലൊരു കാർഡ് കിട്ടിയിരുന്നെങ്കിൽ. ബ്രൂണോ വേണോ? ഇതൊക്കെ ആരാടാ? ഏതോ മണ്ണക്കാടാ കിട്ടിയിരിക്കുന്നത്. നിക്കോളാ മിലൻകോവിച്ച് കളിപ്പിക്കുക. ഞാനൊന്നും കളിപ്പിക്കത്തോലുമില്ല. ഇത് നല്ല സെൻറ്റർ ബാക്ക് ഉണ്ട്. 195 ഹൈറ്റ് ഉണ്ട് ഗൈസ്. ഹൈറ്റ് ഉണ്ട് കേട്ടോ, 195 ഹൈറ്റ് ഉണ്ട്. ബിൽഡപ്പാണ്. 90 അവയർനെസ്, ടാക്ലിങ്, എൻഗേജ്മെൻറ്റ് 88, 90 ഫിസിക്കൽ കോണ്ടാക്റ്റ്, ജമ്പ് 88, സ്പീഡും ഉണ്ട്. കുഴപ്പമില്ല, തരക്കേടില്ല. നല്ല സ്കിൽസും ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, തരക്കേടില്ല. വേണമെങ്കിൽ ഞാൻ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ കളിപ്പിച്ച് നോക്കും. ഇപ്പോൾ ഇവിടെ മൂഞ്ചി, എനിക്ക് കോട്ടേനെ കിട്ടിയില്ല, ഫീലിംഗ് സാഡ്. പിന്നെ നമുക്ക് UCL ഇറക്കാം. UCL ബെസ്റ്റ് കാർഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. UCL
ഓഫ് കോഴ്സ് ദിസ് ഗൈ. എനിക്ക് ഇവനാണ് ടാർജറ്റ് ഈ പാക്കിൽ. എനിക്ക് യമാൻ്റെ ഒരു നല്ല കാർഡില്ല, സ്റ്റാൻഡേർഡ് കാർഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ യമാൻ്റെ വേണം, ഈ യമാൻ്റെ തരണം. പക്ഷേ ഈ യമാനൊക്കെ 98 വരെ കൊടുക്കാം. ആൾക്ക് 97 വരുന്നുള്ളൂ, 102 പോകുന്ന രീതിയിൽ. ഓഫ് കോഴ്സ് ഈ കാർഡ് സീനാട്ടോ, ഈ കാർഡ് നല്ലതാണ്. പക്ഷെ ഞാനൊരു കാർഡ് വിശ്വസിച്ച് ഇട്ട് ഈ ഫുട്ബോൾ ലീഗ് കളിക്കാമെന്ന് ഞാൻ പറയുന്നില്ല. കുഴപ്പമില്ല, നല്ല കാർഡാണ് ഇത്. എങ്ങനെ ഡോണ്ടർമ അങ്ങനെ കിട്ടിയ എൻ്റെ 5ാമത്തെ ഡോണ്ടർമ എന്തോ ആണ്. ഡോണ്ടർമ എനിക്ക് വേണ്ട. പിന്നെ മാർക്കസ് തുറാമ് ഡീസൻറ്റ് കാർഡാണ്, നൈസ് കാർഡാട്ടോ. അപ്പോൾ എൻ്റെ ടാർജറ്റ്സ് യമാല്, ഡോണറുമ, മാർക്കസ് തുറാം, ഇത്രേ ഉള്ളൂ. ഇതിലാരും ഒരാളെ കിട്ടണം. സ്റ്റെർലിംഗ് വന്നിട്ടുണ്ടല്ലോ ആർസനല്. നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, 1 2 here we go. വേസ്റ്റ് ആക്കല്ലേ അണ്ണ, അകത്ത് പച്ച കത്തുന്നുണ്ട്. കിട്ടും. അതാരാ ചുമര അതൊക്കെ ആരാടാ? ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന പിള്ളേരൊക്കെയാണ് വരുന്നത്. എനിക്ക് വേണ്ട, ഞാൻ കളിപ്പിക്കില്ല. വേണം ഇവൻ്റെ സ്റ്റാറ്റ്സ് ഒന്ന് എടുത്ത് നോക്കാം. ബോക്സ് ടു ബോക്സോ? CMF കളിപ്പിക്കാൻ പറ്റും. തരക്കേടില്ലാത്ത പാസിങ്, അഗ്രഷൻ ഉണ്ട്, സ്പീഡ് ഉണ്ട്. എന്തുവാ വലിയ സീനില്ല. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. കുഴപ്പമില്ലാന്നേ ഉള്ളൂ. എൻ്റെ 100 കോയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ട്രൈ കണ്ട് നോക്കാം. ഓക്കെ, നമുക്ക് യമാനെ തരണേ പ്ലീസ്. കൊനാമി പ്ലീസ്, യമാനെ തൊടാ തിണ്ടികളെ. ലമീൻ യമാൽ തരൂ കൊനാമി. 100 പോയി. ഒരു ലൈറ്റും ഇല്ലല്ലോ. പുറകിൽ നിന്ന് തപ്പിത്തരല്ലേ, ഫ്രണ്ടിൽ നിന്ന് തപ്പിത്താകുമ്പോൾ എനിക്ക് യമാനെ കിട്ടി. യമാനെ കിട്ടിയാൽ നിർത്തിയാൽ എനിക്ക് യമാനെ മതി. ഏതോ ചുമല ഡ്രസ്സ് കാരടാ. അവിടെ അൽഫോൺസോ ഡേവിസ് എനിക്ക് വേണ്ടാ. ഡിഫെൻസീവ് ഫുൾ ബാക്കാണ്. അതിന് ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇത് അറ്റാക്കിംഗ് ഫുൾ ബാക്ക് തന്നെയല്ല അല്ലേ? ആയിരിക്കും. അതെ, ഒരു ഡിഫറൻസും ഇല്ല. വേണേ ലെഫ്റ്റ് വിങ് ഇട്ട് വരെ കളിപ്പിക്കുക. അതിപ്പം വരെ പോകുന്നുണ്ട്. ഡബിൾ ടച്ച് ഉണ്ട്, ട്രിപ്പിളിങ് ഉണ്ടോ? 88. എന്താ പറയുക, ഇൻകൺസിസ്റ്റൻറ്റ് ഫോം. ശരിയെന്നാ. ഇപ്പോൾ ഗൈസ് അത് മൂഞ്ചിരിക്കുകയാണ്. ഞാൻ എന്തായാലും അത് ബാക്കിയുള്ള 2 കറക്കി നോക്കും. എനിക്കതിൽ നിന്ന് ഓട്ടോയും വേണം. നമുക്ക് എന്തായാലും ഇതിലെടുക്കാം. ഗൈസ് നിങ്ങൾ ആരൊക്കെ എടുത്തെന്ന് എനിക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ, ഷോർട്ട് ടൈം നാഷണൽ ടീംസിൽ നിങ്ങൾ ആരൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ പറയണേ. കാരണം ഇതിൽ നല്ല കാർഡുകളുണ്ട്. നിങ്ങൾക്ക് ഫിനോമിനൽ ഫിനിഷിംഗ് ഇല്ലാത്ത കളിക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവനെ യൂസ് ചെയ്യാം. ഇവൻ ഹെഡ് ചെയ്യാൻ അടിപൊളിയാണ്, പിന്നെ ഫിനിഷിങ്ങിനും അടിപൊളിയാണ് ഈ കാർഡ്. ആൾക്കാർ ചുമ്മാ പറയുന്ന ആകെ ഒരെണ്ണേ ഉള്ളൂ, ബസ്റ്റോണിയേ ഉള്ളൂ എന്ന്. ഇല്ലാത്തവരുണ്ട്, നല്ല പോച്ചർ കാര്യങ്ങളൊക്കെ ഹെഡ് ചെയ്യാനും കഴിവില്ലാത്തവർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ജമ്പിങ് ഓൾറെഡി 76 ഉണ്ട് പുള്ളിക്കാരന്. ഹെഡിങ് നോക്കട്ടെ, ഹെഡിങ് 69 ഉള്ളൂ. എനിക്ക് തോന്നുന്നു 75 കിട്ടും മതി. 187 ഹൈറ്റ് ഉണ്ട്. ഗോൾ പോച്ചറാണ്, ടാർജറ്റ് മാനൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതിൽ ഈ കാർഡ് അടിപൊളിയാണ്. പിന്നെ ഈ സെർജ് ഗനാബ്രി സീനാണ്. ഗനാബ്രി ഇൻകൺസിസ്റ്റൻറ്റ് ഫോം എന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. നല്ല കിഡിലായിട്ട് ട്രെയിൻ ചെയ്താൽ ക്രോസ് ചെയ്യാനായിട്ടുള്ള, അതായത് ഫിലിപ്പ് ലാമുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫിലിപ്പ് ലാമുണ്ട്. ഫിലിപ്പ് ലാമിൻ്റെ എനിക്ക് ഓൾറെഡി ഫിലിപ്പ് ലാം ഉള്ളതുകൊണ്ട് എനിക്ക് ഗനാബ്രി പിടിച്ച് ലെഫ്റ്റ് വിങ് ഇടാം. 2 കാലിലും കണ്ടോ, 2 കാലിലും കളിക്കുന്ന ആളാണ്. അവിടെ നിന്നും കളിക്കും, ഇവിടെ നിന്നും കളിക്കും. അപ്പോൾ അതൊരു കിടിലം ആയിട്ടുള്ള ഓപ്ഷനാണ് ഗനാബ്രി. പിന്നെ ഈ DMF സോഫിയാൻ അമ്രാബാദ് ഇവർ നല്ല ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ചങ്ങായിക്ക്. ഇവന് നല്ല പ്രോഗ്രഷനും കൂടും. 60 എന്തോ ഉണ്ട്. ഫൈനലി ബസ്റ്റോണി ഫോർട്രസ് സ്കിൽ ഇവൻ തീയാണ്. കാരണം 190 ഹൈറ്റ് ഉണ്ട്. പിന്നെ ഡിഫൻസീവ് 99 ഒന്നും അല്ല കേട്ടോ. ഡിഫൻസീവ് അവയർനെസ് ഒന്നും 95 96 കിട്ടിയാൽ കിട്ടി. പിന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ്, സ്പീഡ്, ഇതൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. എനിവേ ഞാൻ എന്തായാലും ബസ്റ്റോണി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എനിക്കിപ്പം ഞാൻ സെൻറ്ററിൽ കൂടി കളിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ക്രോസ് സ്പെഷ്യലിസ്റ്റിന് ആവശ്യമില്ല. എനിക്ക് നല്ല DMF ഉണ്ട്. ആങ്കർമാനാണ് വേണ്ട, അത് ആങ്കർമാൻ പോലും അല്ല. പിന്നെ CF ഓഫ് കോഴ്സ് എൻ്റെ ഉണ്ട്. സുവാറസ് ഉണ്ട്, റൊമിനിക് ഉണ്ട്.
കൊളൂമിനയുടെ ആവശ്യമില്ല എനിക്ക്. വാട്ടർ സ്കില്ലുള്ളത് നല്ലതാണ്, എനിക്കറിയാം. പൊതുവേ മിക്ക ആൾക്കാർ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് ടോണിയാണ്. ബട്ട് സം ഗൈസ് ചൂസ് ഫോർ ദിസ് ഗനാബ്രി. ഓൾറെഡി നമുക്ക് ന്യൂനസ് ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഗനാബ്രി ടു ന്യൂനസ് ഗോൾ, എഡ്ജിൽ ക്രോസിങ്ങും ബുള്ളറ്റ് ഹെഡറും. എനിവേ നമുക്ക് സൈൻ ചെയ്യാം. ഹിയർ വി ഗോ. ലെറ്റ്സ് ഗോ. അലസാൻഡ്രോ ബസ്റ്റോണി, ഇറ്റാലിയൻ ഡിഫൻഡർ. ഇറ്റാലിയൻകാരുടെ ചരിത്രം പറയണ കുറേ പറയാനുണ്ട്, എന്താ അല്ലേ? എനിവേ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾ ഏത് കാർഡാണ് എടുക്കുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമുള്ള പ്ലെയർ ഓഫ് ദി വീക്ക് ഫേവറേറ്റ് കിട്ടിയവരെ കമൻറ്റ് ചെയ്യുക. പിന്നെ UCL നിങ്ങൾക്ക് ഫേവറേറ്റ് ടാർഗറ്റ് പ്ലേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ വീഡിയോ നിർത്തുവാണ്. സോ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. സോ ബൈ ഗൈസ്.